തട്ടേക്കാട് പക്ഷി സങ്കേതം പണ്ട് മുതൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാൻ പറ്റാതിരുന്ന സ്ഥലം. ഒക്ടോബറൊക്കെ ആയിട്ട് മൈഗ്രേഷൻ ചെയ്യുന്ന ബേർഡ്സ് എല്ലാം വരുള്ളെങ്കിലും എപ്പോൾ വന്നാലും കാണാൻ പറ്റുന്ന റെസിഡന്റ് ആയിട്ടുള്ള ബേർഡ്സ് ഇവിടെയുണ്ട്. നമ്മുടെ റിപ്ലി മൂങ്ങ, അതായത് ശ്രീലങ്കൻ ബേ ഔൾ, അതുപോലെ നമ്മള് കാലങ്കോഴി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പേടിച്ചിട്ടുള്ള മോട്ടിൽ വുഡ് ഔൾ, ഇവരെയൊക്കെ ഭാഗ്യം കൊണ്ട് ഇവിടെ വെച്ച് കാണാൻ പറ്റി. കഴിഞ്ഞ ആഴ്ച മഴ മാറിയുന്നൊരു ദിവസമാണ് എറണാകുളത്ത് നേരെ തട്ടേക്കാട് പോയത്. ദേശാടന കിളികളൊന്നും വരുന്ന സമയമല്ല എന്നറിയായിരുന്നെങ്കിലും അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് പോയത്. നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉള്ളൂ തട്ടേക്കാടേക്ക്. കോലഞ്ചേരി, മൂവാറ്റുപുഴ, കോതമംഗലം, നമ്മൾ മൂന്നാർ പോകുന്ന അതേ റൂട്ടിൽ കോതമംഗലം എത്തുമ്പോൾ തിരിഞ്ഞാണ് ഇങ്ങോട്ടെത്തേണ്ടത്. നമ്മളങ്ങനെ കോതമംഗലത്ത് നിന്ന് ഒരു 13 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ തട്ടേക്കാട് പാലത്തും. പെരിയാറിന്റെ തീരത്ത് തന്നെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് ഈ പ്രദേശം കാണാൻ. ഇവിടെ ജംഗിൾ ബേർഡ് ഹോം സ്റ്റേയിൽ റൂം ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. മഴയുടെ സമയവും പിന്നെ അങ്ങനെ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ ഹോം സ്റ്റേ ഇരിക്കുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ അകത്ത് തന്നെയാണെന്ന് പറയാം. ഇവിടെ വന്ന് ബാഗെല്ലാം അകത്ത് വെച്ച് ബാൽക്കണിയിൽ വന്ന് നിന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. മലബാർ ജയന്റ് സ്ക്വയറൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജയന്റ് സ്ക്വയറൽ. ശരീരത്തിനേക്കാളും വലിയ വാലും തൂക്കിയിട്ടിരിക്കുന്ന ഇവര് ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണെന്നാണ് പറഞ്ഞത്. സോറി, സന്ദർശകരല്ല, ഇവരുടെ ആവാസ വ്യവസ്ഥയാണിത്. നമ്മള് സന്ദർശകരായിട്ട് ഇവിടെ ഒരു ദിവസത്തേക്ക് വന്നു എന്ന് മാത്രം. ഇത്രയും അടുത്ത് വരെ കാണുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് ആനകൾ എന്ന പോലെ മഹാരാഷ്ട്രയുടെ സംസ്ഥാന മൃഗമാണ് ഇന്ത്യൻ ജയന്റ് സ്ക്വയറൽ. കാട്ടിലെ ഇവന്മാരുടെ റോള് ചെറുതൊന്നുമല്ല. ഇവര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടിച്ച് പറിച്ചിടുന്ന കായ്ക്കള് നിലത്ത് വീണ് വീണ്ടും കായ്ച്ച് ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് മാറും. അതേസമയം ഇവരുടെ വേസ്റ്റ് പലപ്പോഴും അതിന് വളവും ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇവന്മാരെ ഇതുവരെ ഭൂമിയിലിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. അത് ഇന്നും നടക്കുന്നൊന്നും തോന്നുന്നില്ല. IUCNന്റെ ലിസ്റ്റില് ലീസ്റ്റ് കൺസേൺ കാറ്റഗറിയിലായതുകൊണ്ട് ഇവരുടെ റീപ്രൊഡക്ഷൻ ഒക്കെ നല്ലോണം നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ട് താഴെ തന്നെ ഒരു വലിയ കുളമാണ്. വാട്ടർ ബേർഡ്സിന്റെ ഒരു സ്വർഗം. സ്നേക്ക് ബേർഡ് അല്ലെങ്കിൽ ചേരക്കോഴി, അതുപോലെ നമ്മുടെ കോമറന്റ്, നീർക്കാക്ക, ഇവരുടെയൊക്കെ ഒരു സ്ഥിരം സ്പോട്ടാണിത്. അത് മാത്രമല്ല, ഇവരെയൊക്കെ നമുക്ക് നമ്മുടെ റൂമിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് തന്നെ കാണുകയും ചെയ്യാം. ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ നേരെ ഒന്ന് നടക്കാനിറങ്ങി. നമ്മുടെ ഗൈഡും ജംഗിൾ ബേർഡ് ഹോം സ്റ്റേയുടെ ഓണറും എല്ലാം സുധാമ്മയാണ്. 1983 തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ആവുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള ആൾ. എനിക്ക് ഈ വീഡിയോയിൽ കൂടി ഈ അമ്മേനെ പറ്റി പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്ക്സ് ഇടാം. സ്റ്റോക്ക് ബിൽ കിങ്ഫിഷർ, കാക്കമീൻകൊത്തി. കേരളത്തിലുള്ള കിങ്ഫിഷേഴ്സിൽ ഏറ്റവും വലുത് ഇവൻ തന്നെ.
ഇവന്റെ ബീക്ക് അല്ലെങ്കിൽ കൊക്ക് സ്റ്റോർക്കിന്റെ, അതായത് കൊക്കിന്റെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് ബിൽ കിങ്ഫിഷർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഉള്ളതാണെങ്കിലും ഇത്ര അടുത്ത് ഇവനെ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇവരുടെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കും. ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സിലെ സ്പെഷ്യൽ മെമ്പർ എന്ന് പറയുന്നത് ODKF ആണ്, ഓറിയന്റൽ ഡ്വാർഫ് കിങ്ഫിഷർ, കുഞ്ഞൻ പൊന്മാൻ എന്നൊക്കെ പറയും. നമ്മൾ കാടിന്റെ അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. ഈ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ മൊത്തത്തിലുള്ള സൈസ് എന്ന് പറയുന്നത് 25 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് 300-ലധികം ബേർഡ് സ്പീഷീസിനാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി. 1950-കളിലൊക്കെ ഡോക്ടർ സലീം അലി ഇവിടെ തട്ടേക്കാട് വന്നിട്ട് പല ബേർഡ്സിനെയും ഐഡന്റിഫൈ ചെയ്ത് പോയിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ റെക്കോർഡ്സിലൊക്കെ മനസ്സിലാവും. അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്തതും പറഞ്ഞതായിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് 1983-ല് ഈ സ്ഥലത്തിനെ ഒരു ബേർഡ് സാങ്ച്വറി ആക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ദ ഫോൾ ഓഫ് എ സ്പാരോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ഐഡിയ കിട്ടും. നമ്മൾ കുറച്ചങ്ങനെ നടന്ന് കാടിന്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ദേ ഇരിക്കണു ആ ഷീവുഡ് സ്വാളോ, ഇണകാത്തേവൻ എന്ന് മലയാളത്തിൽ പറയും. നല്ല ദൂരത്താണ് ഇരിക്കുന്നത്, ഒരു ഗ്രൂപ്പ് മൊത്തം ഉണ്ട്. മിക്കപ്പോഴും ഇങ്ങനെ നല്ല ഉയരത്തിലുള്ള മരങ്ങളുടെയും പിന്നെ ലൈൻ കമ്പികളിലൊക്കെ ആയിരിക്കും ഇവരിങ്ങനെ ഇരിക്കുന്ന കാണാറ്. നമ്മുടെ ബീ ഈറ്റർ ഇല്ലേ, വേലിത്തത്ത, അവരെ പോലെ പലപ്പോഴും ഈ ചിത്രശലഭങ്ങളെയും പ്രാണികളെല്ലാം പിടിച്ച് എവിടെയെങ്കിലും ഇരുന്നിട്ട് അവരെ അടിച്ച് പലപ്പോഴും കൊന്നിട്ടാണ് ഇവരും തിന്നണ കാണാറ്. ബീ ഈറ്ററിന്റെ കാര്യം പറഞ്ഞല്ലുള്ളൂ, ഇതേ ഇരിക്കണം ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീ ഈറ്റർ, ചെന്തലയൻ വേലിത്തത്ത. ആനകളെല്ലാം നടന്നു പോയിരിക്കുന്നതിന്റെ നല്ല സയൻസ് എല്ലാം നമുക്കിവിടെ കാണാം. നമ്മൾ ഈ നടക്കുന്നതെല്ലാം പെരിയാറിന്റെ തൊട്ട് തീരത്തു കൂടി തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് അകലല്ലാതെ തന്നെയാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാം. ഏഷ്യൻ എമറാൾഡ് ഡവ് അല്ലെങ്കിൽ കോമൺ എമറാൾഡ് ഡവ് നല്ല ദൂരത്തിരിക്കുന്നുണ്ട്, ഇത്രേ കാണാൻ കഴിഞ്ഞുള്ളൂ. തലയിലെ സിൽവർ കളർ കണ്ടിട്ട് മെയിലാകാനാണ് ചാൻസ് കൂടുതൽ. ഇവരെ അടുത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പ്രാവുകളുടെയൊക്കെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് നമുക്ക് കാടുകളിലേക്ക് വരുമ്പോഴേ മനസ്സിലാവണം. കബനിയിലും ബന്ദിപ്പൂരും എല്ലാം പോയാലും ഇവരുടെ പല പല വെറൈറ്റീസിന് നമുക്ക് കാണാം. അവിടെ തന്നെ കുറച്ചങ്ങോട്ട് മാറി ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുന്നു ഓറിയന്റൽ ഡോളർ ബേർഡ്, നമ്മള് കാട്ടുപനങ്കാന്ന് പറയും. ഇവര് പറക്കണത് കാണാൻ നല്ല ഭംഗിയാണ്, കാരണം ചിറകിന്റെ അടിയിൽ വെള്ള കളറിലെ കുറച്ച് മാർക്കുകൾ ഉണ്ടാവും. ലെസ്സർ വിസ്ലിംഗ് ഡക്ക്, ചൂളനിരണ്ട. താറാവ് തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള താറാവിനെ പോലെയല്ല, ഇവർക്ക് നല്ലോണം പറക്കാൻ പറ്റും. മലബാർ ട്രോഗണി ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നാളെ രാവിലെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം എന്ന് കരുതി തിരിച്ച് റൂമിലേക്ക് എത്തി. റൂമിലെത്തിയപ്പോഴും രോമാരിപ്പോഴും അവിടെ തന്നെ ഉണ്ട്.
ഇവിടെ വന്ന സമയം തുടങ്ങി നോട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു ഈ മരത്തിലുള്ള ഒരു പൊത്ത്. പക്ഷെ കുറേ നേരം നോക്കി നിന്നിട്ടും അവിടെ മൂവ്മെന്റ്സ് ഒന്നും കണ്ടില്ല. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. നേരെ പോയി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ടെറസിന്റെ മുകളിൽ കയറി ജസ്റ്റ് ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. മോട്ടിൽഡ് വുഡ് ഔൾ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കാലങ്കോഴി എന്ന് പറയാം. കാലങ്കോഴി കൂവിയ എന്തോ അപകടം വരാനിരിക്കുന്നു എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ ഇരിക്കുന്നതാണ് ആ കോഴി എന്ന് വിളിക്കുന്ന മൂങ്ങ. ഇവർ കൂടുതലും നവംബർ ഡിസംബർ സീസണിലൊക്കെ ബ്രീഡിംഗ് ടൈമിൽ ഇണയനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ഇങ്ങനെ കോൾ ചെയ്യുന്നത്. പിന്നെ ടെറിട്ടോറിയൽ കോളും ആയിരിക്കാം, അതായത് രാത്രി സമയങ്ങളിലാണല്ലോ ഇവർ ആക്റ്റീവായിട്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു ജംഗിൾ ഔലറ്റ് നമ്മുടെ ചെമ്പന്നത്തിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ക്യാമറ പണി മുടക്കി. നമ്മൾ പിറ്റേന്ന് രാവിലെ ഈ കാടിന്റെ തന്നെ വേറൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജംഗിൾ ബേർഡ്സിലെ ഗിരീഷേട്ടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അങ്ങനെ ടൂറിസ്റ്റുകളുടെ തിരക്കോ ഒന്നുമുള്ള സമയമല്ല. ഒരു ഒക്ടോബർ സമയത്തോടു കൂടിയാണ് ഇവിടെ തിരക്കാവുന്നത്. കാരണം മൈഗ്രേഷൻ എല്ലാം ചെയ്തു വരുന്ന ബേർഡ്സ് എല്ലാം ആ സമയത്താണ് തട്ടേക്കാട് വന്ന് ലാൻഡ് ചെയ്യണത്. ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുളും അതേപോലെ യെല്ലോ ബ്രൗഡ് ബുൾബുളും കൂടി ഒരുമിച്ചിരിക്കുന്ന കാഴ്ച. പക്ഷെ രാവിലെ ആയതുകൊണ്ട് ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്, അടങ്ങിയിരിക്കില്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി നല്ലൊരു മഴ പെയ്ത് തോർന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് തട്ടേക്കാട് ഇന്ന് കാണാൻ. നമ്മൾ തട്ടേക്കാട് നിന്ന് കുട്ടമ്പുഴ പോണ റൂട്ടിലാണ് ശരിക്കും നല്ല ഇടതൂർന്ന മഴക്കാടുകളുള്ളത്. തീക്കുരുവി, മലബാർ ഡ്രോഗൺ, അതേപോലെ പലതരം മൂങ്ങകൾ, പിന്നെ ഓറിയന്റൽ ഡ്വാർഫ് കിങ് ഫിഷർ, ഇവരെല്ലാം കാണാൻ പറ്റിയ ഏരിയയാണ് ഈ ഭാഗം. ദേ ഒരു മരം മറ്റൊരു മരത്തിന് തിന്നുകൊണ്ടിരിക്കണം. തിന്ന് രണ്ടും കൂടി ഒടിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. നമ്മളങ്ങനെ നടന്ന് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലെത്തി. ഇവിടുന്ന് തട്ടേക്കാടിൻ്റെ ഒരു 360 വ്യൂവും കിട്ടും. സീസൺ ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ നല്ല തിരക്കായിരിക്കും. പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിനെയും ബ്ലാക്ക് ബസേനെയൊക്കെ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ മലബാർ ഗ്രേ ഹോൺബിൽസ് ഒക്കെ പലപ്പോഴും പറന്നു പോകുന്നുണ്ട്. പക്ഷെ ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത്, മാക്കാച്ചിക്കാട, കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവന്മാരെ സ്പോട്ട് ചെയ്യലാണ് ഏറ്റവും വലിയ പണി. ഈ ഉണങ്ങിയിരിക്കുന്ന ഇലയുടെയൊക്കെ അടുത്തിരിക്കുമ്പോൾ വേറൊരു ഇലയാണെന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുള്ളൂ. ഒരു രാത്രി സഞ്ചാരി, മൂങ്ങകളെ പോലെ പകല് എന്ത് പാവം. ഒരു മൂങ്ങേനെയും നമ്മുടെ നൈറ്റ് ജാറിനെയും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു പക്ഷിയാണെന്നാണ് മാക്കാച്ചിക്കാടനെ കണ്ടാൽ തോന്നുള്ളൂ.
നമ്മൾ നേരത്തെ കയറിയ ആ കുന്നിലെ അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പ്രദേശം. ഈ ഏരിയയിൽ കൂടുതലും ഇങ്ങനെ രാത്രി നല്ല ബിസി ആയിട്ട് ജീവിക്കുന്നവരുടെ ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കുറച്ചങ്ങ് നീങ്ങിയുള്ളൂ, അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ റിപ്ലി മൂങ്ങ. ശ്രീലങ്കൻ ബേ ഔൾ. മാക്കാച്ചിക്കാടയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവരെയും കണ്ടുപിടിക്കൽ അത്ര ഈസിയല്ല. നല്ല തിക്കായിട്ട് അണ്ടർഗ്രോത്ത് ഉള്ള കാടുകളിലാണ് ഇവർ കൂടുതൽ സമയവും പകല് ചെലവഴിക്കുന്നത്. ഇന്നലെ രാവിലെ വന്ന സമയത്ത് ഈ മൽബരിയുടെ മരം ഫുൾ ഇലകളായിരുന്നു. ഇവന്മാരിപ്പോഴും ഇവിടെ തിന്നുകൊണ്ടിരിക്കുക. തിന്ന് മരം ഫുൾ എംറ്റി ആവാറായി. അതും കൂടി കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലെത്തി. പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിനെ ഒന്നും സീസണിലല്ലാതെ വന്നാൽ കാണാൻ പറ്റില്ല എന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. എന്നാലും ഇതുവരെ കാണാൻ പറ്റാതിരുന്ന പല പക്ഷികളെയും ഇവിടെ വന്നതുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.